നിങ്ങളുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ ശരിക്കും മനസ്സിലാക്കാനുള്ള 9 വഴികൾ ഇതാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ 9 കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും നിങ്ങളുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 1. യഥാർത്ഥ സ്നേഹമുള്ള ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയെ ആരുമാകാം. എന്നും നിങ്ങളെ കാണാനും സംസാരിക്കാനും ശ്രമിക്കും. ഇനി നിങ്ങളെ കാണാൻ സാധിച്ചില്ലെങ്കിൽ അവർ വിളിച്ച് എങ്കിലും അന്വേഷിക്കും. അതായത് എന്നും ഒരു സമ്പർക്കമുണ്ടായിരിക്കും. അത് നേരിട്ട് കാണുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫോൺ വിളിയിലൂടെയാണെങ്കിൽ അങ്ങനെ എന്നും നേരിട്ട് ഒരു സമ്പർക്കം ഉണ്ടായിരിക്കും. ഇത് യഥാർത്ഥ സ്നേഹമുള്ള സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒരു ലക്ഷണമാണ്. നിങ്ങളിൽ നിന്നും ഒരിക്കലും അവർ അകന്നിരിക്കുന്ന ഒരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഡെയിലി അടുത്തിടപെടുന്ന ഒരു അവസ്ഥ എപ്പോഴും ഉണ്ടായിരിക്കും ആത്മാർത്ഥ സ്നേഹമുള്ളവരിൽ. അങ്ങനെ ഇല്ലാത്തവരെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അവരൊക്കെ വെറുതെ ഒരു ഡെമ്മി കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ആ അവസ്ഥയിലാണുള്ളത്. 2. എത്ര പിണങ്ങിയാലും ആത്മാർത്ഥ സ്നേഹം നിങ്ങളോടുള്ള ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഒരിക്കലും വേർവിട്ടു പോകില്ല. ആ പിണക്കം അപ്പോൾ തന്നെ അവസാനിക്കും. സ്നേഹമുള്ളവർ ഇങ്ങനെയാണ്. നിങ്ങളോട് പിണങ്ങിയാലും ആ പിണക്കം അപ്പോൾ തന്നെ അവസാനിച്ച് അവർ ഒന്നാകും. ഒരിക്കലും പിണങ്ങാൻ സാധിക്കത്തില്ല യഥാർത്ഥ സ്നേഹമുള്ളവർ. അപ്പോൾ ഇങ്ങനെ യഥാർത്ഥ സ്നേഹമുള്ളവർ ഒരിക്കലും പിണങ്ങില്ല എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങളോട് ഇടപെടുന്ന ഒരു വ്യക്തി അദ്ദേഹം പിണങ്ങി പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങളോട് ഇടപെടുന്ന ഒരു വ്യക്തി, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അത് കൂട്ടുകാരനാകാം കൂട്ടുകാരിയാകാം ആരുമാകാം, നിങ്ങളോട് ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ എപ്പോഴും ഒരേപോലെ പോവുകയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളോട് സ്നേഹമുണ്ട് അവർക്ക് എന്നാണ് അർത്ഥം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിൽ. 3. യഥാർത്ഥ സ്നേഹമുള്ള ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയും എന്തും നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു താല്പര്യം കാണിക്കും. യഥാർത്ഥ സ്നേഹമുള്ള ഒരു സുഹൃത്ത് അത് ആരുമാകാം, എന്തും ഷെയർ ചെയ്യാനുള്ള താല്പര്യം നിങ്ങളോട് കാണിച്ചിരിക്കും. അവർക്ക് എന്ത് തോന്നിയാലും അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യും. അത് അവരുടെ സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. അവർ ഒരു കാര്യം കേട്ടാൽ ഷെയർ ചെയ്യും, ഒരു സംശയം തോന്നിയാൽ ഷെയർ ചെയ്യും. എന്തും ഷെയർ ചെയ്ത് ആണ് അവർ ഉറപ്പിക്കുന്നത് ആ കാര്യം. അത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. സ്നേഹമുള്ള ഒരു സുഹൃത്തിൻ്റെ സ്വഭാവമാണ് എന്തും ഷെയർ ചെയ്യുക എന്നുള്ളത്. ഇത് സ്നേഹമുള്ളവർ മാത്രമേ ചെയ്യൂ, അല്ലെങ്കിൽ അത്രയ്ക്ക് നിങ്ങളോട് അടുപ്പമുള്ളവർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഷെയറിങ്. 4. യഥാർത്ഥ സ്നേഹമുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഒരുമിച്ച് നടക്കുകയുള്ളൂ. അവർക്ക് ഒരുമിച്ച് നടക്കാനാണ് താല്പര്യവും സന്തോഷവും. അവർ തമ്മിൽ ഒരുമിച്ച് എവിടെ പോയാലും അതൊക്കെ സന്തോഷമായിരിക്കും. ഇതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ സ്നേഹമുള്ള ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അവർക്ക് നിങ്ങളോട് കൂടെ നടക്കാനാണ് താല്പര്യം. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ നടക്കുമ്പോഴുള്ള ഒരു സന്തോഷം, ഒരു പ്രത്യേക ഫീലാണ് അവർക്ക് ലഭിക്കുന്നത്. യഥാർത്ഥ ഒരു സ്നേഹത്തിൻ്റെ അവസ്ഥകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് അതിൻ്റെ ഒരു രഹസ്യം. 5. സ്നേഹമുള്ളവർ പരസ്പരം ആശ്വസിപ്പിക്കും ദുഃഖങ്ങളിൽ. അതുപോലെ തന്നെ എപ്പോഴും കൂടെ നിൽക്കും. അതുപോലെ തന്നെ ഏത് കാര്യത്തിലും സഹായിക്കും. ഇത് സ്നേഹമുള്ളവരുടെ ഒരു ലക്ഷണമാണ്. സ്നേഹമുള്ള സുഹൃത്തുക്കളുടെ ലക്ഷണമാണ്. എപ്പോഴും വേദനകൾ ആശ്വസിപ്പിക്കുകയും കൂടെ നിൽക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത് മൊത്തത്തിൽ അവർ എല്ലാമായി തീരുന്നു. നിങ്ങൾക്കൊരു ആശ്വാസമായി തീരുന്നു. ഇത് സ്നേഹമുള്ളവർ മാത്രമേ ചെയ്യത്തുള്ളൂ. സ്നേഹമില്ലാത്ത സുഹൃത്തുക്കൾ നിങ്ങളുടെ വേദനകളിൽ ഓടി ഒളിക്കും, നിങ്ങളെ സഹായിക്കുകയില്ല. നിങ്ങളുടെ ദുഃഖങ്ങളിൽ അവർക്ക് മാറി നിന്ന് ചിരിക്കാനാണ് ഇഷ്ടം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സ്നേഹമുള്ളവർ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. എന്ത് കാര്യത്തിലും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തുണ്ടായിരിക്കും. അറിഞ്ഞിരിക്കുക. 6. സ്നേഹമുള്ളവർ ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. അതായത് സ്നേഹമുള്ള ഒരു സുഹൃത്ത് ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. എന്ത് കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് അവർ കൂടെ ഉണ്ടായിരിക്കും. ഇത് സ്നേഹമുള്ള സുഹൃത്തുക്കളുടെ ഒരു ലക്ഷണമാണ്. അല്ലാത്തവർ അവർ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ അവരുടെ ഒരു ഹോബിയാണ്. എന്നിട്ട് നിങ്ങളുടെ കൂടെ നടക്കുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥ സ്നേഹമുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം. അതറിഞ്ഞിരിക്കുക. 7. യഥാർത്ഥ ഒരു സുഹൃത്തിന് നിങ്ങളുടെ ഹൃദയം അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം മാറിയാൽ അപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കും. ഇത് യഥാർത്ഥത്തിൽ സ്നേഹമുള്ള ഒരു സുഹൃത്തിൻ്റെ ലക്ഷണമാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ, അതേപോലെ നിങ്ങളുടെ സുഖദുഃഖങ്ങൾ, അതൊക്കെ നിങ്ങളുടെ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് വായിച്ചെടുക്കും. ഇത് ആത്മാർത്ഥ സ്നേഹമുള്ളവരുടെ മാത്രം ലക്ഷണമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അല്ലാത്തവർ തിരിഞ്ഞു നോക്കത്തില്ല, ചോദിക്കാനും വരത്തില്ല, ഒന്നുമില്ല. നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും അവർക്ക് വിഷയമല്ല. നിങ്ങളുടെ ഒരവസ്ഥകൾ അവർക്ക് ഒരു വിഷയമല്ല. നിങ്ങളുടെ അടുത്ത് വരുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, പോകുന്നു, സ്നേഹം നടിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ ലക്ഷണം. പക്ഷേ യഥാർത്ഥ സ്നേഹമുള്ള ഒരു സുഹൃത്ത് എപ്പോഴും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കും. അകലെ നിന്നാണേലും അടുത്തു നിന്നാണേലും മനസ്സിലാക്കിയിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. 8. യഥാർത്ഥ ഒരു സുഹൃത്ത് നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിങ്ങനെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കും, നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കും. പോസിറ്റീവ് കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഇത് യഥാർത്ഥ സ്നേഹം നിങ്ങളോടുള്ള ഒരു സുഹൃത്തിൻ്റെ ലക്ഷണമാണ്. അല്ലാത്തവർ വ്യാജ സുഹൃത്തുക്കൾ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തി നിങ്ങളെ ഇടിച്ചു താത്തിക്കൊണ്ടിരിക്കും. അവർ നിങ്ങളുടെ തലയിൽ കയറി നിന്ന് ഉയരാൻ നോക്കും. പക്ഷേ യഥാർത്ഥ സ്നേഹമുള്ളവർ നിങ്ങളെ ഉയർത്തിക്കൊണ്ട് ഒപ്പം ഉയരാൻ നോക്കും. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. നിങ്ങളുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം.
ഇത് അവരുടെ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണ്, അറിഞ്ഞിരിക്കുക. 9, ഹൃദയത്തിൽ നിങ്ങളോട് സ്നേഹമുള്ള ഒരു സുഹൃത്ത് അല്ലെങ്കിൽ യഥാർത്ഥ ഒരു സുഹൃത്ത് നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളിൽ കൂടെ നിന്ന് ദുഃഖിക്കുകയും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു സുഹൃത്താണെങ്കിൽ അത് സ്നേഹമുള്ള ഒരു സുഹൃത്തെന്ന് പറയാൻ പറ്റും, ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു സുഹൃത്തെന്ന് പറയാൻ പറ്റും. അല്ലാത്ത സുഹൃത്തുക്കൾ നിങ്ങളുടെ വിജയത്തിൽ അവർ അസൂയ കൊണ്ട് മാറി നടക്കുകയാണ് ചെയ്യുക. യഥാർത്ഥ സുഹൃത്തിന് മാത്രമേ നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ യഥാർത്ഥ സുഹൃത്ത് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ സന്തോഷങ്ങളിൽ ആ സുഹൃത്തും സന്തോഷിക്കും, നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് ഉയർത്തിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും സപ്പോർട്ടായിരിക്കും, ഒരിക്കലും കുറ്റപ്പെടുത്താതെ എപ്പോഴും കൂടെ നിൽക്കും. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഒരു സന്തോഷമായിരിക്കും. നിങ്ങൾ തമ്മിലുള്ള സമയങ്ങൾ വളരെ സന്തോഷത്തിൻ്റെ എൻജോയ്മെൻറ്റ് അനുഭവങ്ങളായിരിക്കും. ജീവിതം എപ്പോഴും ഹാപ്പി ആയിരിക്കും. അങ്ങനെയുള്ളവരോട് കൂടിയുള്ള ജീവിതം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുടെ കൂടെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ അവസ്ഥകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.